ഓഗസ്റ്റ് 20 ബുധനാഴ്ച. മത്തായി 20 1 മുതൽ 16 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് തൊഴിലാളികളെ നിയമിക്കാൻ അതിരാവിലെ പുറപ്പെട്ട ഒരു ഭൂവുടമയുടെ ഉപമയാണ്. ഈ ഉപമ ദൈവകൃപയുടെ ഔദാര്യത്തെ വ്യക്തമായി ചിത്രീകരിക്കുകയും നീതിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഉപമയിൽ ഒരു ഭൂവുടമ ദിവസം മുഴുവൻ തൊഴിലാളികളെ നിയമിക്കുന്നു. ചിലർ അതിരാവിലെ, മറ്റുള്ളവർ ഉച്ചയ്ക്ക്, ചിലർ ഉച്ച കഴിഞ്ഞു പോലും. എന്നിരുന്നാലും ദിവസാവസാനം അവൻ ഓരോരുത്തർക്കും ഒരേ കൂലി നൽകുന്നു. ഇത് ആദ്യകാല തൊഴിലാളികൾ പ്രത്യക്ഷമായ അനീതിയെക്കുറിച്ച് പിറുപിറുക്കാൻ ഇടയാക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ലെന്നും അവൻ്റെ കൃപ നമ്മുടെ ധാരണയ്ക്ക് അതീതമാണെന്നും ഈ ഉപമ ആഴത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആദ്യം വന്ന തൊഴിലാളികൾ ദിവസത്തിലെ അധ്വാനത്തിൻ്റെ ഭാരം വഹിച്ചതിനാൽ അവർക്ക് കൂടുതൽ വേതനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഭൂവുടമ പ്രതിഫലം ചെയ്യുന്ന ജോലിയുടെ അളവിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അവൻ്റെ ഔദാര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. എൻ്റെ സ്വത്തിൽ നിന്ന് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എനിക്ക് അനുവാദമില്ലേ? അതോ എൻ്റെ ഔദാര്യത്തിൽ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ? അദ്ദേഹം ചോദിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ യേശു ഈ കഥ ഉപയോഗിക്കുന്നു. അവിടെ യോഗ്യതയല്ല, കൃപയ്ക്കാണ് പ്രാധാന്യം. വൈകി നിയമിക്കപ്പെട്ട തൊഴിലാളികൾ അവരുടെ മുഴുവൻ ദിവസത്തെ വേതനവും അവരുടെ പരിശ്രമത്താൽ നേടിയതല്ല, പക്ഷെ അവർക്കിത് ലഭിച്ചത് ഭൂവുടമയുടെ ദയ കൊണ്ടാണ്. അതുപോലെ ദൈവരാജ്യത്തിൽ നമ്മുടെ പ്രവൃത്തികളാലോ പദവിയാലോ നാം രക്ഷ നേടുന്നില്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കൃപയുടെ ദാനമായി അത് സ്വീകരിക്കുന്നു. മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യാനുള്ള നമ്മുടെ മാനുഷിക പ്രവണതയെയും ഈ ഉപമ വെല്ലുവിളിക്കുന്നു. ദൈവത്തെ കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ ഉത്സാഹത്തോടെ സേവിച്ചാൽ കൂടുതൽ പ്രതിഫലം അർഹിക്കുന്നുവെന്ന് ചിന്തിക്കാൻ നാം പ്രലോഭിക്കപ്പെട്ടേക്കാം. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ കൃപ മനുഷ്യ നീതിയുടെ ഒരു വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല. അത് അവൻ്റെ അതിരറ്റ സ്നേഹത്തിലും കാരുണ്യത്തിലും പ്രവർത്തിക്കുന്നു. ദൈവരാജ്യത്തിൽ അവസാനത്തേത് ഒന്നാമതും ആദ്യത്തേത് അവസാനത്തേതുമായിരിക്കുമെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ ഔദാര്യത്തിൽ സന്തോഷിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നതിനോ അവൻ്റെ നീതിയെ ചോദ്യം ചെയ്യുന്നതിനോ പകരം അവൻ്റെ നന്മയിൽ ആശ്രയിക്കാനും എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ വന്നാലും അവൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും അവൻ ഒരേ സമൃദ്ധമായ കൃപ വാഗ്ദാനം ചെയ്യുന്നു എന്ന വസ്തുത ആഘോഷിക്കാനും നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഗ്യതയെയും നേട്ടത്തെയും പലപ്പോഴും വിലമതിക്കുന്ന ഒരു ലോകത്ത് കൃപ, വിനയം, കൃതജ്ഞത എന്നിവയെ വിലമതിക്കുന്ന ഒരു രാജ്യവീക്ഷണം സ്വീകരിക്കാൻ ഈ ഉപമ നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ ദൈവം പരിധിക്കപ്പുറം ഉദാരമതിയാണെന്നതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അവൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ സ്വീകർത്താക്കളാണ് നാം എല്ലാവരും എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് അതേ കൃപ മറ്റുള്ളവർക്കും നൽകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്
ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.